ധ്യായേച്ചാരുജടാനിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദ്യദക്ഷകരം പ്രസന്നവദനം ജാനുസ്തഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുദം ശ്രീയോഗപട്ടാഞ്ചിതം വിജ്ഞാനപ്രദമപ്രമേയസുഷമം ശ്രീഭൂതനാഥം വിഭും. സ്വാമിയേ ശരണമയ്യപ്പോ ശരണമയ്യപ്പോ ശരണമയ്യപ്പോ. വില്ലാളി വീരൻ വീരമണികണ്ഠൻ ശത്രുസംഹാര കൊട്ടാരത്തിൽ നിന്ന് തിരിച്ച തിരുവാഭരണ ഘോഷയാത്ര കൃത്യം 4:20 തന്നെ ശബരിപീഠത്തിലെത്തി വിശ്രമിക്കുകയാണ്. ശബരിപീഠത്തിൽ വിശ്രമിക്കുന്ന ഈ തിരുവാഭരണ ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് സന്നിധിയിലേക്ക് യാത്രയാകും. ആ സന്നിധാനത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ മകരസംക്രമ പൂജ നടക്കും. ഇന്ന് 6:44 മകരസംക്രമം. മകരസംക്രമത്തിൻ്റെ സമയം വൈകിയതുകൊണ്ടാണ് ദീപാരാധനയും ഇന്ന് ഏകദേശം 7 മണിയോടുകൂടി നടക്കുകയുള്ളൂ എന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 6:44 ആണ് ധനുരാശിയിൽ നിന്ന് സൂര്യൻ മകരം രാശിയിലേക്ക് സംക്രമിക്കുന്നത്, കാലെടുത്ത് കുത്തുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പന്തളത്ത് കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര തിരിച്ചു. ശ്രീകോവിലിനുള്ളിൽ പൂജിച്ച ഉടവാൾ മേൽശാന്തിയിൽ നിന്നും പന്തളം വലിയ തമ്പുരാൻ രേവതി തിരുനാൾ രാമവർമ്മ രാജ ഏറ്റുവാങ്ങി ചിത്തിര തിരുനാൾ PR രാഘവർമ്മ രാജയെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് ഇത്തവണ ഘോഷയാത്രയോടൊപ്പമുള്ള പന്തളത്ത് രാജാവിൻ്റെ പ്രതിനിധി. കഴിഞ്ഞ 50 വർഷമായി അയ്യപ്പൻ്റെ തിരുവാഭരണ പേടകം ശിരസിലേറ്റാൻ സുഹൃതത്താൽ ഭാഗ്യം ലഭിച്ച ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരപിള്ള സ്വാമിയുടെ നേതൃത്വത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര ഇത്തവണയും പുറപ്പെട്ടത്. ഭഗവാന്റെ തിരുവാഭരണങ്ങളടങ്ങിയ ഒന്നാമത്തെ പെട്ടി ശ്രീ കുളത്തിനാൽ ഗംഗാധരപിള്ള സ്വാമിയും, രണ്ടാമത്തെ കലശപ്പെട്ടി കലശക്കുടം അടക്കം ചെയ്തിട്ടുള്ള കലശപ്പെട്ടി മരുതുമന ശിവൻപിള്ള സ്വാമിയും, മൂന്നാമത്തെ കൊടിപ്പെട്ടി കിഴക്കേത്തോട്ടത്തിൽ പ്രതാപേന്ദ്രൻ നായർ സ്വാമിയുമാണ് ശിരസിലേറ്റിയ പുണ്യാത്മാക്കൾ. ഇപ്പോൾ ഈ തിരുവാഭരണം ശബരിപീഠത്തിലെത്തി വിശ്രമിക്കുകയാണ്. ശബരിപീഠത്തിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം സന്നിധാനത്തേക്ക് ഘോഷയാത്രയായി സ്വീകരിച്ച് ആനയിക്കുന്നതാണ്. ഏതാണ്ട് 1 കോൽ 2 അങ്കുലം നീളവും 19.5 അങ്കുലം വീതിയുമുള്ള ഗോപുരാകൃതിയുള്ള ഒന്നാമത്തെ നെട്ടൂർ പെട്ടിയിൽ അയ്യപ്പൻ്റെ കിരീടത്തോടു കൂടിയ തിരുമുഖം, അരപ്പട്ട, ശരപ്പുളിമാല, വില്ലുതളമാല, എരിക്കിൻ പൂമാല, നവരത്നമോതിരം തുടങ്ങിയവയും, രണ്ടാമത്തെ ദൃശ്യത്തിൽ കാണുന്ന രണ്ടാമത്തെ ചെറിയ പേടകത്തിൽ തങ്കത്തിൽ തീർത്ത കലശക്കുടമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് കലശക്കുട പേടകം. രണ്ടാമത് കാണിച്ചിട്ടുള്ളതാണ്. അഥവാ ചെറിയ പേടകം. ഭഗവാന് വേണ്ടി ദേവസ്വമക കളവാഭിഷേകം നടത്തുന്നത് ഈ തങ്ക കലശക്കുടം ഉപയോഗിച്ചാണ്. ആ ശരംകുത്തിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ശബരിപീഠത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര ഏകദേശം 4:20 തന്നെ എത്തിച്ചേർന്ന തിരുവാഭരണ പേടകം ഏതാനും നിമിഷങ്ങൾക്ക് ശബരി സന്നിധിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതാണ്. ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 കോൽ 2 അങ്കുലം നീളവും 19.5 അങ്കുലം വീതിയുമുള്ള ഗോപുരാകൃതിയുള്ള ഒന്നാമത്തെ നെട്ടൂർ പെട്ടിയിൽ അയ്യപ്പൻ്റെ കിരീടത്തോടുകൂടിയ തിരുമുഖം, അരപ്പെട്ട തുടങ്ങിയവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തിലുള്ള സ്വർണ്ണക്കുമ്പളകൾ പതിച്ച കറുത്തതും ചുവന്നതുമായ 2 കൊടികളാണ് മൂന്നാമത്തെ കൊടിപ്പെട്ടിയിലുള്ളത്. ഈ 2 കൊടികൾ കൂടാതെ തിടമ്പ്, നെറ്റിപ്പട്ടം എന്നിവയും നീണ്ട പേടകമായ മൂന്നാമത്തെ പെട്ടിയിലുണ്ട്. മാളികപ്പുറത്ത് എഴുന്നള്ളത്തിൽ ഉപയോഗിക്കുന്നതാണ് ഈ മൂന്നാമത്തെ കൊടിപ്പെട്ടിയിലുള്ള കൊടികൾ. തുടർന്നുള്ള ദൃശ്യം വിവരിക്കുന്നതിന് വേണ്ടി ശ്രീ N. അജിത് കുമാർ സാറിന് കൈമാറും.
സ്വാമീ ശരണമയ്യപ്പോ ഭൂതനാഥമഹം വന്ദേ സർവഭൂതവിനീരതം ഇന്ദ്രാദിദേവതാവൃന്ദ വന്ദിതാംഗ്രി സരോദം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രീഭുക്തം നമോ നമഃ. നമ്മളിതാ ശബരിമല സന്നിധാനത്തിൻ്റെ ദൃശ്യമാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യം മകരജ്യോതി ദർശന പുണ്യം ലഭിക്കാതെ പോയ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ ദർശന സൗഭാഗ്യവും ഒരുക്കിക്കൊണ്ട് കഴിഞ്ഞ 11 വർഷമായി തുടരുന്ന സൂര്യ TV തപസ്യ ഇതാ 12ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഈ പുണ്യമുഹൂർത്തത്തിൽ ഓരോ ഭക്തരെയും പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ മാളികപ്പുറത്ത് ലോകമാതാവിൻ്റെ ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത്. മാളികപ്പുറത്തമ്മ ലോകമാതാവ് മഹിഷീമർദ്ദന ശേഷം ആ ദിവ്യരൂപം വരപ്രാർത്ഥനയായിട്ട് ഭർതൃപദം ശബരീശനായ അയ്യപ്പനോട് പ്രാർത്ഥിച്ചുവെന്നും തൻ്റെ വാമഭാഗത്ത് സഹോദരി സങ്കല്പത്തിൽ പ്രതിഷ്ഠ നേടിക്കൊള്ളാനായിട്ട് മഞ്ചമാതാവായ മാളികപ്പുറത്തിന് അനുവാദം കൊടുത്തുവെന്നും ആ ഐതിഹ്യത്തെ തുടർന്ന് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്ന മാളികപ്പുറം. ഇതാ അയ്യപ്പ സന്നിധിയിലേക്ക് വീണ്ടും നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നടപ്പന്തലിലേക്കാണ് വലിയമ്പലം നമ്മൾ കാണുന്നത്. ദർശനത്തിന് മാത്രമല്ല തിരുവാഭരണ ഘോഷയാത്രയെയും എതിരേൽക്കുവാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ, പോലീസ് സ്വാമിമാർ, അതേപോലെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെല്ലാവരുമുണ്ട്. ഇതാ നമ്മൾ ഈ തിരുസന്നിധിയുടെ മഹത്തായ ദർശനമാണ് നമ്മൾ കാണുന്നത്. മൂലാധാര പ്രതിഷ്ഠയോടുകൂടിയിട്ടുള്ള തിരുമരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആധാരശിലയും അതേപോലെ തന്നെ പറ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആഴിയുടെ ദൃശ്യമാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കൊണ്ടുവന്ന നെയ്ത്തേങ്ങ നെയ്യ്, ആത്മാവിൻ്റെ പ്രതിരൂപമായ നെയ്യിനെ അയ്യപ്പനിൽ ആറാടിയതിനു ശേഷം ദേഹപ്രതിരൂപമായ നാളികേരത്തെ കുരുകളെ ആടിയിലേക്ക് സമർപ്പിക്കുന്നു. അതിന് സമീപത്തായിട്ട് നമ്മൾ കാണാം. ഇത്രയധികം ചൂട് ഏറ്റിട്ടും ഒരു ഇല പോലും പാടാതിരിക്കുന്ന അത്ഭുത വൃക്ഷമായ അരയാൽ, വൃക്ഷങ്ങളിൽ രാജാവായിരിക്കുന്ന അരയാൽ. ഇതാ നമ്മൾ വീണ്ടും അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയുടെ ദേഹമായിട്ട് ഭക്തർ കരുതുന്ന പുണ്യ അണിഞ്ഞ ശ്രീകോവിൽ ഇതാ കാണുന്നു. അതിനുള്ളിൽ ആത്മാവായ അയ്യപ്പ ചൈതന്യം കുടികൊള്ളുന്ന വിഗ്രഹമുണ്ട്. ആ സന്നിധിയിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാ 18ാം പടി. ഈ 18ാം പടി ഇരുമുടിക്കെട്ടുമായിട്ട് കയറി വേണം നമ്മൾ അയ്യപ്പ സന്നിധിയിലെത്തി ദർശന പുണ്യം നേടേണ്ടതായിട്ട് ഉള്ളത്. അയ്യപ്പ സന്നിധിയിലെ ഈ 18ാം പടിയെ കുറിച്ച് വളരെ വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ്. അയ്യപ്പൻ്റെ പൂങ്കാവനങ്ങളിലെ 18 മലകളെ പ്രതിനിധീകരിക്കുന്നുവെന്നും 18 പുരാണങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഷടാധാര സങ്കല്പമായിരിക്കുന്ന ആ സങ്കല്പത്തിൽ നിന്ന് മൂലാധാരം, മണിപൂരകം, അനാഹതമാജ്ഞ, വിശുദ്ധി തുടങ്ങിയിട്ടുള്ള സങ്കല്പത്തിൻ്റെ ത്രിഗുണ സ്വഭാവത്തോടുകൂടി അംശമായി 18ാം പടിയെ കാണാറുണ്ട്. ഇതാ പമ്പ നദീതട നമ്മൾ കണ്ടു. പമ്പ സരസിനെ നമ്മൾ കാണുകയാണ്. ദക്ഷിണകേന്ന് പ്രസിദ്ധമായ പമ്പ, രാമായണത്തിൽ പരാമർശമുള്ള പമ്പ, ശ്രീരാമനും ലക്ഷ്മണൻ്റെയും പാദസ്പർശമേറ്റ് അവർക്ക് പുണ്യം നൽകിയ പമ്പ. അങ്ങനെ എല്ലാവിധത്തിലും കേരളഗംഗ എന്നറിയപ്പെടുന്ന, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന പമ്പ നദീജലം ഇവിടെ വെച്ചാണ് സാക്ഷാൽ ശ്രീ അയ്യപ്പനെ കുഞ്ഞിൻ്റെ രൂപത്തിൽ, മനുഷ്യ ശിശുവിൻ്റെ രൂപത്തിൽ പന്തള രാജാവിന് ലഭിക്കുകയുണ്ടായത്. ആ സന്താന സൗഭാഗ്യമില്ലാതിരുന്ന രാജാവിന് നേരിട്ട് തന്നെ പിതാവായ ശിവൻ നൽകിയ വരദാനം. ആ പമ്പ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സന്നിധാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ സന്നിധാനത്തിൻ്റെ ദൃശ്യം കാണുന്നു. ആകാംക്ഷഭരിതരായി തിരുവാഭരണ ഘോഷയാത്രയെ എതിരേൽക്കാൻ നിൽക്കുന്നു. ഇതാ വീണ്ടും 18ാം പടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ആ 18ാം പടിയുടെ ദൃശ്യമാണ് അടുത്ത് നമ്മൾ കാണുന്നത്. ഈ ദൃശ്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഷടാധാരങ്ങളായ ഓരോ മനുഷ്യനും ഷടാധാരങ്ങളുണ്ട്. ആ ഷടാധാരങ്ങളുടെ പ്രതീകമായിട്ട് നിൽക്കുന്ന, ആ ഷടാധാരങ്ങളുടെ പെരുക്കമായിട്ട് നിൽക്കുന്ന ഇപ്പോൾ നമുക്ക് അധികം വൈകാതെ ക്ഷേത്രത്തിലെ പിതൃസ്ഥാനീയനായ തന്ത്രി നമുക്ക് കാണാൻ സാധിക്കും. ദീർഘകാലം കൊണ്ട് തപസ്യയോടുകൂടി അയ്യപ്പ ഭജനം നടത്തി, ഉപാസന നടത്തി ഉള്ള തന്ത്രി, ആ തന്ത്രിയുടെ സാന്നിധ്യം, അവരുടെ എല്ലാം ആ പൂജയുടെ, ഉപാസനയുടെ, ആത്മസമർപ്പണത്തിൻ്റെ ചൈതന്യം കൊണ്ട് ഓരോ ദിവസവും ചൈതന്യവത്തായിരിക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം, ആ സമുച്ചയത്തിൽ നമ്മൾ ഇതാ അടുത്ത് കാണുന്നു. പൊന്നണിഞ്ഞ ആ ശ്രീകോവിൽ നമ്മൾ അടുത്ത് കാണുകയാണ്. ആ
ആ അയ്യപ്പൻ്റെ പ്രതീകമായിരിക്കുന്ന ശ്രീകോവിലാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെയെ നമുക്ക് നേരിട്ട് കാണാം. ഇന്ന് മകരസംക്രമ ദിനം, ശബരിമലയിലെ ഏറ്റവും വിശിഷ്ടമായ തിരക്കേറിയ ദിനം. ഇന്നിവിടെ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന മകരസംക്രമ പൂജയും തിരുവാഭരണം ചാർത്തി ദർശനത്തിനും വേണ്ടിയാണ്. ഈ പുണ്യദിനത്തിൽ എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. സ്വാമി ശരണം. ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ താഴമൻ മഠം കണ്ഠര് രാജീവരുടെ അനുഗ്രഹ പ്രഭാഷണമാണ് നിങ്ങൾ കണ്ടത്. ഇനി ഇപ്പോൾ കാണുന്ന ദൃശ്യം ഭഗവാന്റെ സന്നിധാനമാണ്. പൊന്നണിഞ്ഞ ഭഗവാന്റെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂതനാഥ ഭുവനനാഥ ഭൂതിദായക പരമപാവന സച്ചിദാനന്ദ സ്വരൂപ നരകനാശന സർവശാസ്ത്രസാരമേ, ഭഗവാന്റെ തിരുമുമ്പിൽ നിന്ന് ഒരു നേരമെങ്കിലും ആ ദർശന സായുജ്യം വരളാൻ വേണ്ടിയാണ്, ദർശന സായുജ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭക്തജനങ്ങൾ ഈ ശബരീശ സന്നിധിയിൽ കൂടിയിരിക്കുന്നത്. ഇന്ന് ക്ഷേത്രം അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. കൊടിതോരണങ്ങളെ കൊണ്ട്, പൂക്കളെ കൊണ്ട്, പൂമാലകളെ കൊണ്ട് അതിമനോഹരമായി വൈകുണ്ഠലോകം പോലെ തോന്നുന്ന തരത്തിൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഇത് 18 പടികൾ. ഈ 18 പടികൾക്ക് നിരവധി തത്വങ്ങൾ പറയുന്നുണ്ട്. 18 പുരാണങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഈ 18 പടികൾ എന്നും, 18 മലകളെ പ്രതിനിധീകരിക്കുന്നു ഈ 18 പടികൾ എന്നും പറയുന്നുണ്ട്. ശരീരത്തിലെ മൂലാധാരം മുതൽ മൂർധാവിലെ സഹസ്രാരം വരെയുള്ള 18 ഭാഗങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ 18 പടികൾ എന്നും പറയുന്നു. സന്നിധാനത്തിൻ്റെ മറ്റു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. വളരെ നേരത്തെ തന്നെ സന്നിധാനം നന്നായി കഴുകി ഉടച്ച് വൃത്തിയാക്കി മാലകൾ കൊണ്ട് അലങ്കരിച്ച് അയ്യപ്പൻ്റെ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയും ദീപാരാധനയ്ക്ക് വേണ്ടിയും മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ്. ഇന്ന് 6:40 നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6:44 മകരസംക്രമം നടക്കുന്നത്. ധനുരാശിയിൽ നിന്നും സൂര്യഭഗവാൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ന് 6:44 അതിനുശേഷമാണ് ദീപാരാധന നടക്കുന്നത്. അതിനു മുൻപ്, ദീപാരാധനയ്ക്ക് മുൻപ് തന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വഴി മഹാരാജാവ് കൊടുത്തയക്കുന്ന നെയ്യ് കൊണ്ട് അഭിഷേകം നടത്തിയതിനു ശേഷമാണ് ദീപാരാധന നടത്തുന്നത്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീപാരാധന 7 മണിയോടെ ആകും എന്നാണ് കാണാൻ നമുക്ക് കിട്ടിയിട്ടുള്ള വാർത്ത. മകരവിളക്ക്